ഇന്ന് CPM-നെ പറ്റിയുള്ള ചില നുറുങ്ങ് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്ത് പാലോടിനടുത്ത് ഇലവുപാലം കൊല്ലയിൽ അപ്പൂപ്പൻ നട എന്ന് പറയുന്ന ഒരു ചെറിയ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ അവിടെ ചല്ലിമുക്ക് ജംഗ്ഷനിൽ ഗാനമേള നടത്തി. അതിൽ ഗണഗീതം പാടി എന്ന് പറഞ്ഞ് DFIയുടെ നേതാക്കന്മാരെല്ലാം അത് നിർത്തുവാൻ ചെന്നു. അതിൽ ഷാൻ എന്ന് പറയുന്ന ഒരാൾക്ക് മർദ്ദനമേറ്റു എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഷാന്മാർക്ക് എന്ത് കാര്യമുണ്ട്? അവർ മോസ്കുകളുടെ കാര്യത്തിന് വല്ലതും പോകുന്നുണ്ടോ? കുറേ പേരെ DFIക്കാർ മോസ്കുകൾ കൺട്രോൾ ചെയ്യാനും പള്ളികൾ കൺട്രോൾ ചെയ്യാനും വിടുക, എല്ലാവരെയും ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് വിടരുത്. ഏതായാലും നമ്മളുടെ ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു കാര്യമാണിത്. ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അവിശ്വാസികളായവർക്ക് എന്താണ് കാര്യം? അത് ഇവിടെ മാത്രമല്ല നടന്നത്, കണ്ണൂരും ഇതുപോലെ നടന്നു. എന്തായാലും റിയാക്ഷൻ അത് ഐസക് ന്യൂട്ടൻ്റെ 3-ാം നിയമം പോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇത് തടയേണ്ട ആവശ്യമില്ല അവർക്ക്, അത്രയേ ഉള്ളൂ. പിന്നെ കണ്ണൂരിൽ വി കുഞ്ഞികൃഷ്ണൻ എന്ന CPM നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത്, ഓർമ്മ വരുന്നത് ശ്രീ VB ചെറിയാൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി ബ്രാഞ്ചിൽപ്പെട്ട ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി. അങ്ങനെ ഗർഭിണിയായപ്പോൾ അവർ അത് പരാതിയായി പാർട്ടിയിൽ പറഞ്ഞു. അങ്ങനെ പാർട്ടി യോഗം ചേർന്ന് അന്വേഷണ കമ്മീഷൻ വെച്ചു. അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തൽ അവർ ഗർഭിണിയല്ല എന്നതായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ആ ഗർഭിണിക്ക് സ്വാഭാവികമായുള്ള പരിണാമങ്ങൾ വരാതിരിക്കുമോ? അങ്ങനെ അവർ കുറച്ച് മാസം കഴിഞ്ഞ് പ്രസവിച്ചു. അപ്പോൾ വീണ്ടും പാർട്ടി കമ്മിറ്റി ചേർന്ന് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് അവരെ പുറത്താക്കി എന്ന് പറഞ്ഞതുപോലെയായിപ്പോയി വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത്. കാരണം വ്യക്തമായ രീതിയിൽ പണമോഷണം, ധനമോഷണം, പാർട്ടി കളക്ഷൻ നടത്തുന്നു. ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 10 വർഷവും പിരിവ് വളരെ എളുപ്പമായിരുന്നു. കാരണം അത് കൊടുക്കാതെ ഒരു വ്യാപാരിക്കും ഒരു പരിപാടികൾ എന്തെങ്കിലും നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനും സാധ്യമല്ല എന്നുള്ള സ്ഥിതിയായിരുന്നു. അപ്പോൾ അങ്ങനെ പിരിച്ചെടുക്കുന്ന തുക, ഇപ്പം നമ്മൾക്കറിയാം, മഹാരാജസിലെ ഒരു വിദ്യാർത്ഥിയുടെ പേരിൽ അഭിമന്യു എത്ര കോടി രൂപയാണ് പിരിച്ചത്, അതിൻ്റെ എത്ര രൂപയാണ് അഭിമന്യുവിൻ്റെ കുടുംബത്തിന് കിട്ടിയതെന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് പല പണം പിരിവും നടക്കുന്നത്. പിരിക്കാൻ എളുപ്പമുള്ള സമയത്ത് പരമാവധി പിരിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം കിട്ടിയാൽ മതി, ഉടനെ പിരിക്കുക. പിരിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, കൊടുക്കാൻ പറ്റാത്തവനാണെങ്കിൽ അവനെ ആക്രമിക്കുക. ഇതൊക്കെയാണ് നടക്കുന്നത്. ഏതായാലും അവിടെ എടുത്ത നടപടി വളരെ വിചിത്രമായിപ്പോയി. യാതൊരു അന്വേഷണവുമില്ല, ഒന്നുമില്ല. ആ സ്ത്രീക്ക് പറ്റിയതുപോലെ, പാർട്ടിയിൽ നിന്ന് പുറത്തായതുപോലെ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി. കുറ്റം ചെയ്തവരും കുറ്റവും അതേപോലെ തന്നെ നിലനിൽക്കുന്നു. വിജയൻ മാഷ് പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ച കുട്ടി പുറത്തായാലും ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണത്. ഇതിനുപരിയായിട്ടാണ് സഖാവ് MM മണി, അദ്ദേഹം മന്ത്രി വരെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭീഷണിയുണ്ടായത് ദേവികുള MLA ആയിരുന്ന ശ്രീ രാജേന്ദ്രൻ. അദ്ദേഹം ഇപ്പോൾ പാർട്ടി മാറി BJPയിൽ ചേർന്നു. ആ രാജേന്ദ്രൻ്റെ കൈയും കാലും ഒക്കെ തട്ടിക്കളയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയുള്ള പാർട്ടി നേതാക്കന്മാർക്കെതിരെ കേസുമില്ല, ഒന്നുമില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സംവിധാനം ഇവിടെ ജനങ്ങൾക്ക് എതിരായ ഒരു സംവിധാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിലേക്ക് ആരൊക്കെ വന്നാലും അതെല്ലാം സ്വീകാര്യമാണ്. ഇത് മറ്റൊരു പാർട്ടിയല്ല, മതത്തിൽ മൂർദ്ധത്തായാൽ അവനെ തട്ടിക്കളയുക എന്നുള്ള നിയമം ഉള്ളതുപോലെ ഇവിടെയും പാർട്ടിയിൽ നിന്ന് മൂർദ്ധത്താവുക എന്ന ഒരു കാര്യമാണുള്ളത്. പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ സാധാരണ നടക്കാറില്ല. പണ്ട് ഇതുപോലെ ശ്രീ MV രാഘവൻ പുറത്തായ സമയത്ത് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാൻ കുറേ പാടുപെട്ട ഒരാളെന്ന നിലയിൽ, അന്ന് ഞാൻ തലശ്ശേരി ASP ആയിരുന്നു 1986. എനിക്കറിയാം, അദ്ദേഹത്തിന് എവിടെ കിട്ടിയാലും ആക്രമിക്കാനായിട്ട് വലിയൊരു കൂട്ടമുണ്ടായിരുന്നു. പക്ഷേ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വഭാവമായിരുന്നത് മതേതരത്വമായിരുന്നു. ആ പാർട്ടിയാണ് 1987 ബാക്കി എല്ലാ പാർട്ടികളെയും തോൽപ്പിച്ച് മതേതരത്വത്തിൻ്റെ പേരിൽ വിജയം നേടിയത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 1987 നിന്നും അവർ വളരെയധികം മാറിയിരിക്കുന്നു എന്നുള്ള വസ്തുതകളാണ്
ഞാൻ ഈ പറഞ്ഞ ചെറിയ നുറുങ്ങുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇനിയെങ്കിലും ആ 87കളിലെ നാളുകളിലേക്ക് അവർക്ക് തിരിച്ചു പോകാനായാൽ അവർക്ക് നിലനിൽപ്പുണ്ടാകും. അല്ലെങ്കിൽ ബംഗാളും ത്രിപുരയും അവരെ നോക്കി കൈമാടി വിളിക്കുന്നുണ്ടാകും.